അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഴിച്ചുകൂട്ടുന്ന 13 വർഷത്തെ അവിടുത്തെ ജീവിതം, 13 വർഷത്തെ ജീവിതം മദീനയിലെ ജീവിതത്തെക്കാളും ദൈർഘ്യമേറിയതാണ്. മദീനയിൽ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് 10 വർഷമാണ്. മക്കയിലോ 13 വർഷം. 13 വർഷത്തിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അനുയായികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. അവിടെ സകാത്തും ഹജ്ജും നിർബന്ധമായിട്ടില്ല. മക്കയിൽ ജീവിച്ചിരിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരമുണ്ട്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, അവിടുന്ന് നിസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്, നോമ്പുണ്ട്. അശൂറാഇന്റെ നോമ്പെടുത്തിട്ടുണ്ട് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുഅ്മിനീങ്ങൾക്കൊന്നും നിർബന്ധമായിട്ടില്ല. അവർ നിസ്കരിക്കുന്നുണ്ട് തങ്ങളോടുകൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത് നിർബന്ധമാണോ? അല്ല, ഫറലാക്കിയിട്ടില്ല. അതൊക്കെ ഫറലാകുന്ന മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ്. മക്കയിലെ കാലഘട്ടം അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിക്കുന്നത് ലിയുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, കുഫറിന്റെ ഇരുട്ടിൽ നിന്ന് ഹിദായത്തിന്റെ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. 13 വർഷം അവിടുന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ മുഴുവനും ദുൽമത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാ, ദുൽമത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരാൻ. ആ ത്യാഗമാണ് മക്കയിൽ നടന്നത്. ആ ത്യാഗമാണ്. സൂറത്തു യാസീനിൽ അല്ലാഹു തആല പറയുന്നു, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഫലാ യഹ്സുൻക ഖൗലുഹും, തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അല്ലാഹുവിലേക്ക് വരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം, സ്രഷ്ടാവിലേക്ക് ബന്ധപ്പെടണം, അല്ലാഹുവിലേക്ക് വരണം. അല്ലേ? അൻദാദം മിൻ ദൂനില്ലാ, ബിംബങ്ങളും പൂജകളും നടക്കുന്ന കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഴിയിലേക്ക് വിളിക്കുന്നത്. എന്താ തിരിച്ചു കിട്ടുന്നത്? എന്താണ്? ചീത്തവിളിയാണ്, പരിഹാസമാണ്, കളിയാക്കലാണ്. അവിടുത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ സമ്പത്ത് അവർ അപഹരിച്ചിട്ടുണ്ട്, അവിടുത്തെ ഭാര്യമാരവർ അപമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ, ബിലാൽ സുഹൈബ് റളിയല്ലാഹു അൻഹുമ, ഇവരെയൊക്കെ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? വലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. فلعلك باخع نفسك على آثارهم. നബിയേ, അങ്ങ് അവരുടെ പിന്നാലെ നടന്ന് അവിടുത്തെ ശരീരം പോലും അങ്ങ് അപകടത്തിലാക്കി കളയുമോ? ഭക്ഷണം കഴിക്കാതെ, വെള്ളം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ശത്രുക്കളുടെ ആക്രമണമുണ്ട്. ആ ആക്രമണത്തിന് തടുക്കാനുള്ള ഒരു വഴിയും തങ്ങൾ സ്വീകരിക്കുന്നില്ല. മുമ്പിലേക്ക് ചെല്ലാൻ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ നബിയെ, അങ്ങയുടെ ശരീരം പോലും അപകടത്തിലാക്കി കളയുമോ? ഇല്ലം യുഅ്മിനൂ. എന്തിനാണതൊക്കെ? ഇല്ലം യുഅ്മിനൂ, അവർക്ക് ഈമാൻ കിട്ടിയില്ലെങ്കിൽ, അവരെ കുഫറിൽ അങ്ങ് ജീവിച്ചാൽ, അമുസ്ലിമായി ജീവിച്ചാൽ. അസഫ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സങ്കടം കാരണം അവരുടെ പിന്നാലങ്ങ് നടന്ന് അവിടുത്തെ ശരീരം പോലും അപകടത്തിലാക്കി കളയുമല്ലോ. അല്ലാഹു ചോദിക്കാൻ, അത്രക്ക് വേണോ നബിയേ? അല്ലാഹു തആല ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരു രാത്രി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോലും തങ്ങളെ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മല കയറി പോവുകയാണ്. നിലാവെളിച്ചത്തിൽ ജബൽ അബീ ഖുബൈസ് കയറി പാറ പറ്റിപ്പിടിച്ച് അവിടെ നിന്ന് കയറുന്ന കയറ്റം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ കാണുന്നുണ്ട്. ദൂരത്ത് നിലാവെളിച്ചത്തിൽ കാണുന്നു. രാത്രി മല പൊത്തിപ്പിടിച്ച് കയറിപ്പോവാണ്. എന്താണ് മക്കയിലൊക്കെ മലകൾ? സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മലകളുടെ ആ കല്ലുകളുടെ ഉറപ്പെന്താണ്? നമ്മുടെ നാട്ടിലൊന്നും മലല്ല, നമ്മുടെ നാട്ടിലൊക്കെ തോട്ടങ്ങളാണെന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിലെ മലകളൊക്കെ തോട്ടങ്ങളാണ്, ഗാർഡൻസ്. മലകൾ എന്ന് പറഞ്ഞ് ഇവിടെയല്ലേ ഒരു മരം പോലും ഇല്ലാത്ത പാറകൾ. അങ്ങനത്തെ മല കയറി പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ്? ലിമ തഫ്അലു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഈ രാത്രി നേരം എന്തിനാണ് അങ്ങ് ഈ പാറ പൊത്തിപ്പിടിച്ച് എവിടേക്കാണ് അങ്ങ് പോകുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലാണ്.
എന്താ മറുപടി? ശ്രദ്ധിക്കുന്നവരെ, ഒരു യാത്രാസംഘം ഈ മലയുടെ അപ്പുറത്ത് വന്ന് തമ്പടിച്ചിട്ടുണ്ട്. മല ചുറ്റിപ്പോകുമ്പോ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഇതങ്ങ് കയറി മറിഞ്ഞാൽ പെട്ടെന്ന് എത്തിയല്ലോ. അവരിന്ന് രാത്രി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം നജിദിൽ യമനിന്റെ ഭാഗത്ത് നിന്ന്, സൻആയിൽ നിന്ന്, യമനിന്റെ ഭാഗങ്ങളിൽ നിന്ന് സ്പൈസുകളുമായി, നമ്മുടെ കത്തിക്കുന്ന ബഹൂറുമായി, ഫ്രാങ്കിൻസെൻസ് അതുമായി കടന്നു പോകുന്ന യാത്രാസംഘം മക്ക വഴിയാണ് പോവുക. ജോർഡാനിലേക്ക് പോകുന്ന യാത്രാസംഘങ്ങളാണ്. അവർ മക്കയിൽ ഹാൾ ചെയ്യും. അവര് മക്കയിൽ താമസിച്ച് വിശ്രമിച്ചിട്ടാണ് പോകുന്നത്. ശ്രദ്ധിക്കുന്നവരെ, ഒരു യാത്രാസംഘം വന്നിട്ടുണ്ടവരെ അവിടെ വന്നിട്ടുണ്ട്. അവരറബികളാണ്. അവര് രാവിലെ ആകുമ്പോഴേക്കും യാത്ര തിരിച്ചു പോയേക്കും. അവര് വിശ്രമിക്കാൻ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ആ നേരം അവിടെ ചെന്നിട്ട് അവരോട് തൗഹീദ് പറഞ്ഞു കൊടുക്കണ്ടയോ? അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ്. എന്താണ് ഈ വേദന? എന്തുകൊണ്ടാണ് ഈ വേദന? നരകത്തിലേക്കാണ്, ഇരുട്ടിലേക്കാണ് ഈ പോകുന്നത്. വെളിച്ചത്തേക്ക് കൊണ്ടുവരണ്ടേ? ഇവിടെയാണ് നമുക്ക് ദഅവത്ത് ചെയ്യാനും അല്ലാഹുവിലേക്ക് ആളുകളെ വിളിക്കാനുമുള്ള ഊർജം കിട്ടുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത ഈ ത്യാഗത്തിലാണ്. രാത്രി നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പോവാണ് അബൂജഹലിന്റെ വീട്ടിലേക്ക്. മക്കയിലാണ് അബൂജഹൽ, മക്കയിലാണ്. രാത്രി നേരം എന്തിനാ ഈ നേരത്ത് പോകുന്നത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നേരം, പകല് അബൂജഹലിനെ കിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ട് നിൽക്കില്ല അബൂജഹല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പോവാണ്. പുരക്ക് ചെന്നിട്ട് വാതിൽക്ക് മുട്ടിയിട്ട് അബൂജഹല് പറഞ്ഞു, തന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ നേരം രാത്രി എന്നെ വിളിച്ചുണർത്തുന്ന ഒരാൾ കാര്യമായൊരു പ്രശ്നം ഉണ്ടെങ്കിലല്ലേ വരുള്ളൂ. അത്രക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ ഈ നേരത്തെ എന്റെ വാതിൽക്ക് വന്ന് മുട്ടുള്ളൂ. ആ ആളെ ഞാൻ വെറുതെ വിടില്ല. ആ ആൾക്കുള്ള എല്ലാ സഹായം ഞാൻ ചെയ്തു കൊടുക്കും. ഇത് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. വാതിൽ തുറന്നു. ആരാണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിനാ വന്നത്? അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂജഹലേ, കലിമ ചൊല്ല്, അല്ലാഹുവിനെ വിശ്വസിക്ക്, നീ തൗഹീദിലേക്ക് വാ. വാതിലങ്ങോട്ട് കൊട്ടിയടച്ചു എന്നാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തൊക്കെയോ നല്ല വർത്തമാനം പറഞ്ഞു പോയ ആളാണല്ലോ, എന്തേ? അത് മുഹമ്മദ് നബി ആയിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെനിക്ക് വേണ്ട. ഇതാണ് കുഫർ. വല്ലദീന കഫറു. അവിടുന്ന് ചെന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വരിൻ, അല്ലാഹുവിലേക്ക് വരിൻ. സൂഖു ദീ മജാസ്. ദീ മജാസ് എന്ന അങ്ങാടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മുഴുവനും ചെലവഴിച്ചത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരണം. അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനും ഇതിന്റെ സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിലേക്ക് വരണം. അല്ലാഹുവിനെ അറിയണം. അല്ലാഹുവിലേക്ക് വരെ നമ്മളിങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചാൽ മതിയോ? അല്ലാഹു എന്ന ഖാലിഖിനെ അറിയണ്ടേ? ഈ ജീവിതത്തിന് ലക്ഷ്യല്ലേ? നമ്മൾ എന്തിന് വന്നവരാണ് ഇവിടെ? വലിയൊരു രഹസ്യം അന്വേഷിക്കാൻ വന്നവരാണ്. ആ രഹസ്യം അല്ലാഹുവാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചറിയണം. തൗഹീദിലേക്ക് വരണം. ഒരാളങ്ങോട്ട് അടിക്കും ഒരു ഭാഗത്ത്, തങ്ങളൊന്നും പ്രതികരിക്കണില്ലല്ലോ, അവിടെ നിന്ന് പുഞ്ചിരിക്കുമായിരുന്നു എപ്പോഴും. പിന്നെയും പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾക്ക് വിജയം വേണോ മക്കക്കാരെ? നിങ്ങൾക്ക് വിജയം വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാണ്? ഭൗതികമായിട്ട് എന്ത് ലാഭം കിട്ടാനുണ്ട്? എന്തെങ്കിലും കൊടുക്കുക ആരെങ്കിലും? ഇല്ല. എന്തെങ്കിലും ഇത് കാരണം അവിടെ കിട്ടാനുണ്ടോ? ഒന്നുമില്ല. പ്രഹരമാണ്, അടിയാണ്. അങ്ങനെ ഒരു ദുഷ്ടനായ മനുഷ്യന്റെ അടികൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ച് കിടക്കുകയാണ്. അത് മറ്റാരുമല്ല അവിടുത്തെ സ്വന്തം മൂത്താപ്പയായിരുന്ന അബൂ ലഹബ് എന്ന ദുഷ്ടനായ മനുഷ്യനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രക്കങ്ങ് വേദനിപ്പിച്ചത്. ചെളിവാരി എറിഞ്ഞു മുഖത്ത്. സൈനബ് റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ പെൺമക്കളിൽ ഏറ്റവും പക്വതയുള്ള, അവരിൽ ഏറ്റവും പ്രായമുണ്ടായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ ഒരു ബക്കറ്റ് വെള്ളവുമായി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടിയിലെ മണ്ണ് മുഴുവനും കഴുകി കൊടുക്കുന്നു. മോളിങ്ങനെ കരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോളെ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കരയാണ്. സുബ്ഹാനല്ലാഹ്.
10 രൂപ ലാഭം ഉണ്ടാക്കാനുള്ള കച്ചവടമല്ല ഈ അങ്ങാടിയിൽ നടക്കുന്നത്. എന്താണ് ഈ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, അല്ലാഹു തആല വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും മോളെ. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആ വാക്ക് ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ തമാമ് നടക്കണം അല്ലേ? അല്ലാഹു തആല എന്താ പറഞ്ഞത്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ദീൻ അങ്ങ് will become victorious over all religions. എല്ലാ മതത്തിനേക്കാളും അല്ലാഹുവിന്റെ ദീൻ ഉയരത്തിലേക്ക് വരുന്നൊരു സമയം വരാനുണ്ട്. വലൗ കരിഹൽ കാഫിറൂൻ. ഒരിക്കൽ അല്ലാഹു പറഞ്ഞു, ദൈവനിഷേധികൾ, യുക്തിവാദികൾക്കത് പിടിച്ചില്ലെങ്കിലും, പിന്നെ പറഞ്ഞു വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവ വിശ്വാസികൾ, അതിൽ ഹിന്ദുക്കൾ ഉണ്ടാകും, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, അവർക്ക് പിടിച്ചില്ലെങ്കിലും ഇസ്ലാം ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാറ്റിനേക്കാളും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മതം ഏതാണെന്നാ പറയാ? ക്രിസ്ത്യാനിറ്റി എന്നാ പറയാ. ക്രിസ്തുമതമാണ്. ക്രിസ്തുമതത്തിന്റെ ഫോളോവേഴ്സ്, അത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ബുദ്ധമതത്തിന്റെ അത്ര പോലും ഉണ്ടാവില്ല. പക്ഷേ കണക്ക് കൂട്ടുമ്പോ അങ്ങനെയാ, ക്രിസ്ത്യനാണ്. എന്ത് ക്രിസ്ത്യൻ? അവർക്ക് എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് ഒന്നും അറിയില്ല. പക്ഷേ കണക്കിൽ അവരാണ്. ഇസ്ലാം അവരെ ഔട്ട് നമ്പർ ചെയ്യുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. യൂറോപ്പിലൊക്കെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് റിലീജിയൻ അല്ലാഹുവിന്റെ ദീനാണ്, പരിശുദ്ധ ഇസ്ലാമാണ്. ആര്? സായിപ്പുമാർ. ഇവിടുന്ന് കുടിയേറി പാർത്ത ആളുകളല്ല, അവിടുത്തെ നാറ്റീവ്സ് അള്ളാഹുവിന്റെ ദീനെ സംബന്ധിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ. നമ്മളാരും പറയുന്ന കണക്കല്ല, അവര് തന്നെ. CNN റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് കാണാം, യൂട്യൂബിൽ കാണാൻ കഴിയും. CNN റിപ്പോർട്ട് എന്താ? ഇസ്ലാം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ്. ഒരുപാട് ചാനലുകളുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്. അത് അള്ളാഹിന്റെ ദീനിന്റെ ഒരു പ്രവചനം, അത് ഖുർആനിന്റെ ഒരു മുഅ്ജിസത്താണ്. അവിടെ നിൽക്കൂലാതെ അത് പോയിട്ട് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ലോകത്തെ എല്ലാ മതത്തെക്കാളും മുൻപന്തിയിൽ അള്ളാഹുവിന്റെ ദീന് വന്നിട്ടേ ഖിയാമം നടക്കാൻ പോകുന്നുള്ളൂ. അള്ളാഹുവിന്റെ വഅദാൻ, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അവന്റെ അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹു ലംഘിക്കുകയില്ല. അത് നടന്നു. എവിടെന്നാ അത് തുടങ്ങിയത്? ഓരോ കാഫിറിന്റെയും പുരക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്ക് വിളിച്ചതാണ്. അങ്ങനെ വിളിച്ചുകൊണ്ടുവന്നതാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഗിഫാരി ഗോത്രക്കാരെന്ന് പറഞ്ഞത് അന്നത്തെ കൊള്ളക്കാരാണ്, ബ്രിഗേഡ്സ്. അവര് ഹൈവേകൾ കൊള്ളയടിക്കുന്ന സമൂഹമാണ്. എല്ലാവർക്കും പേടി, ഗിഫാരിയാണോ പിന്നെ അവരൊന്നും ചെയ്യൂല. അങ്ങനത്തെ ഗോത്രക്കാരായിരുന്നു അവര്. അറബ് ഗോത്രങ്ങളിൽ ഏറ്റവും ഇമേജ് കുറഞ്ഞ ഒരു സമൂഹമാണ് അവരെന്ന്. അവർക്ക് ആരും കല്യാണം കഴിച്ചു കൊടുക്കും, അങ്ങനല്ല. കുറച്ച് കള്ളന്മാര് മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ്, അവർക്കാരും ഒരു റിലേഷനും വേണ്ട എന്ന പോലെ ഗിഫാരിക്കാർ, അവരെ പേടിയാണ്. അവിടേക്കാണ് ഹാഷിമി മുത്തലിബിയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗിഫാർ ഗോത്രത്തിലേക്ക് നടന്നു ചെന്നവരെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാൻ. അവിടെ പ്രശ്നമല്ല അവിടുത്തെ ഇമേജ്. അവിടെ നിന്നാണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തറവാടുകളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള മഹിമയുള്ള ഹാഷിമി തറവാട്ടിൽ പിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എവിടെ പോകുന്നു? കൊള്ളക്കാര് മാത്രമുള്ള ഒരു ഗോത്രത്തിലേക്ക്, ഗിഫാർ ഗോത്രത്തിലേക്ക്. ആ ഗോത്രത്തിന്റെ തലവനായിരുന്ന മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നതോടുകൂടെ ഗിഫാർ എന്ന കുടുംബം, ട്രൈബിലെ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ ദീനിലേക്ക് വരികയാണ്. ഗിഫാരി, മഹാനായ അബൂദറുൽ ഗിഫാരി എന്ന് പറയുന്ന മഹാനായ സഹാബി ആ ഗോത്രത്തിൽ നിന്ന് വന്നവരാണ്. അബൂദർ ഗിഫാരി തങ്ങളെ മക്കയിൽ വന്ന് ഖുർആൻ ഓതിയപ്പോ ഖുറൈശികളെ വന്ന് അടിച്ചു വീഴ്ത്തി ബഹുമാനപ്പെട്ടവർ ഒന്നും ചെയ്യുന്നില്ല. അന്നത്തെ കൊള്ളക്കാരാണ്. ഇസ്ലാമിലേക്ക് വന്നപ്പോ നമ്മളാരും ടെററിസ്റ്റുകളല്ല, ഹാംഫുൾ അല്ല, നമ്മളാരൊന്നും ചെയ്യുന്നില്ല. അടികൊണ്ട് നിലത്ത് വീണപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കണ്ട് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദൽ ഗിഫാരി, നിങ്ങളെ അടിച്ചു വീഴ്ത്തിയ ആൾ ആരാന്നറിയോ? ഗിഫാർ ഗോത്രത്തിലെ ആളാണ്. അതങ്ങ് പറഞ്ഞപ്പോഴേക്കും സർവ്വ ഖുറൈശികൾ അവിടെ നിന്ന് തടി തപ്പി പേടിച്ചിട്ട്. പക്ഷേ ഇത് ആക്രമിക്കുന്ന ഗിഫാരി അല്ല, ഇപ്പോ മുസ്ലിമായി വന്നിരിക്കുകയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു.
കൊള്ള സംഘമാണ്. പേര് കേട്ടപ്പോഴേക്കും അവർ ഓടിപ്പോയി, ഖുറൈശികൾ മുഴുവനും. പക്ഷേ അബൂദർ ഗിഫാരി തങ്ങളുടെ കുടുംബം ഇനി അവരോട് പ്രതികാരം ചോദിക്കൂല. എന്തേ? അവർ മുസ്ലിമീങ്ങളാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യൂല. അടികൊള്ളുകയാണ്. മക്കയിൽ അങ്ങനെയായിരുന്നു. മക്കയിൽ കൊണ്ടതാണ്. 13 കൊല്ലം അടികൊണ്ടതാണ് മക്കയിൽ. ഉദിന ലില്ലദീന യുഖാതലൂന. ആയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം. യുഖാതലൂന തീ എന്ന് ഓതിപ്പോകരുത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഅന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂന. ഖിതാൽ ചെയ്യപ്പെടുന്ന ആളുകൾക്ക്. ആർക്ക്? ആരാണോ ആക്രമിക്കപ്പെടുന്നത്, ആരോടാണോ യുദ്ധം ചെയ്യപ്പെടുന്നത് അവർക്ക് ഉദിന, അള്ളാഹുവിന്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ബിഅന്നഹും ളുലിമു. അവർ ആക്രമിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ പെർമിഷൻ ഉണ്ട്. തിരിച്ചടിച്ചോളൂ, പ്രതികാരം. അവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് പ്രതികരിച്ചോളൂ എന്ന അനുമതി കിട്ടുന്നത് എപ്പോഴാ? 13 കൊല്ലത്തിന്റെ ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് അങ്ങോട്ട് യുദ്ധം ചെയ്തുകൂടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടായിരുന്നു. കുഫു ഐദീകും വഅഖീമുസ് സ്വലാഹ്. മക്കയിൽ അവരോടുള്ള ആജ്ഞ അതാണ്. കുഫു ഐദീകും. ആത്മസംയമനം പാലിക്കണം. കുഫു ഐദി, കൈ കെട്ടി നിൽക്കണം എന്നതിനർത്ഥം. കുഫു ഐദീകും വഅഖീമുസ് സ്വലാഹ്. നിങ്ങൾ നിസ്കാരം നിലനിർത്തിൻ, പ്രതികരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ട്രിബുലേഷന്റെ കാലമായിരുന്നു ആ 13. എന്താണ് അവിടെ ചെയ്തത്? ഇബാദത്തുണ്ടായില്ല. നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തൊക്കെ മദീനത്തേക്ക് ചെന്നതിന്റെ ശേഷമാണ്. 13 കൊല്ലത്തിന്റെ ശേഷമാണ് അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാസ്, ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയാണ്. ഈമാൻ എന്ന ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയാണ്. കുഫ്രിനെ മുറിച്ചു മാറ്റി ദുൽമത്തിനെ നീക്കി വെളിച്ചം കൊണ്ടുവരാൻ, ആ വെളിച്ചം സ്ഥാപിക്കാനുള്ള കഷ്ടപ്പാടായിരുന്നു 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. അവർ ദുൽമത്തിലാണ്. ഈ ദുൽമത്തിന്റെ പേടിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ പറയും. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു അവർ പറയാൻ, ഞാൻ മുശ്രിക്കായിരുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ കണ്ടാലും എന്നോട് പറയും, ഉസ്മാൻ ഇബ്നു മദ്ഊൻ നിങ്ങൾക്ക് മുസ്ലിമായി കൂടെ? എന്ന് വർത്താനം പറയാം. എപ്പോ പറയും നിങ്ങൾക്ക് മുസ്ലിമായി കൂടെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ആ മെമ്പർഷിപ്പിന് എന്താ കിട്ടാ? ഒന്നും കിട്ടാനില്ല. അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ കിട്ടുള്ളൂ, വേറൊന്നും കിട്ടൂല. മെമ്പർഷിപ്പിന് ഇത്ര തങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? അവിടെ ഒന്നുമില്ല. അങ്ങനെ ഒരു ആളെ എണ്ണം കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. ബഹുമാനപ്പെട്ടവരെ പറയാണ്, എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കെന്നെ നാണായിപ്പോയി. ഫഅസ്ലംതു, ഞാൻ അങ്ങനെ വിശ്വസിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ ഒരു ആയത്ത് കേട്ടപ്പോഴാണ് ഞാൻ മുസ്ലിമായി. അവസാനം ഞാൻ മുസ്ലിമായി. ബഹുമാനപ്പെട്ട ഈ സ്വഹാബിയായിരുന്നു കഅബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ആൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരല്ല, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയാണ്, അല്ലാഹുവിന്റെ ഒരു ആയത്ത് കേട്ടപ്പോൾ എന്റെ ഹൃദയം കൊണ്ട് പിടച്ചു. ഈമാൻ എന്റെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറി. ആ ആയത്ത് നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കുന്ന ആൾക്കാരാണ്. എല്ലാ ആഴ്ചയും ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഈ ആയത്ത് കേട്ടപ്പോ ഈമാനിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. സ്വഹാബി പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുകും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതി ചെയ്യണം, ക്രമം ചെയ്യല്ല. വൽ ഇഹ്സാൻ, ജനങ്ങൾക്ക് നന്മ ചെയ്യണം. വഈതാഇ ദിൽ ഖുർബ, നിന്റെ പാവപ്പെട്ട കുടുംബക്കാർക്ക് നീ കൊടുക്കണം. എന്താണ് ഈ പറയുന്നത്? സ്വന്തം കുടുംബക്കാർ പാവപ്പെട്ട പച്ച പാവങ്ങൾ ജീവിക്കുമ്പോ അവരെ നീ ശ്രദ്ധിക്കണം. അല്ലാഹു കൽപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വയൻഹാ അനിൽ ഫഹ്ശാ, തോന്നിവാസം നിന്റെ നാവ് കൊണ്ട് പറയല്ലേ. വൽ മുൻകർ, ആഭാസത്തരം നീ ചെയ്യല്ല. വൽ ബഗി, ആരെയും ആക്രമിക്കല്ല.
വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇങ്ങനെയാണ് സംഗതി. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹുക്ക് അറിയാൻ കേട്ടോ. പടച്ചോനെ, ഞാൻ ഇനി വിട്ടുനിൽക്കാൻ പറ്റുമോ? ഞാൻ കൂടാൻ എന്റെ മനസ്സിലേക്ക് ഈമാൻ കയറുകയായിരുന്നു ആ നേരമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. എന്താണ്, ഒരുപാട് നേരം തങ്ങൾ ഇങ്ങനെ ക്ഷണിക്കുകയാണ്, ദുൽമത്തിലാണ്, ഇരുട്ടിലാണ്.